കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരട്ട കയ്യിലുണ്ടോ? വെറുതെ കളയണ്ട. ആർക്കും വേണ്ടാതെ കൊതുക് വളർത്തൽ കേന്ദ്രമായി കിടന്ന ചിരട്ടയ്ക്കിപ്പോൾ പൊന്നും വിലയാണ്. 3 മാസത്തിനിടെ വിലയിലുണ്ടായത് 2.5 ഇരട്ടിയിലധികം വർധനവ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിലോഗ്രാമിന് 8 രൂപ 9 രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ 33 രൂപയാണ് വില. ആവശ്യം വർദ്ധിച്ചതും തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതും വില വർധനയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. കരിയുണ്ടാക്കി ജലശുദ്ധീകരണത്തിന് ചിരട്ട വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇറ്റലി, ജർമ്മനി, ചൈന എന്നിവിടങ്ങളിലേക്ക് ചിരട്ടക്കരിയുടെ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട്. 500 കിലോഗ്രാം വരെ ചിരട്ടയാണ് ഒരു ദിവസം ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് 2000 കിലോ വരെയായി. കടത്ത് കയറ്റിറക്ക് ചെലവടക്കം കിലോഗ്രാമിന് 35 രൂപ മുതൽ 40 രൂപ നിരക്കിലാണ് തമിഴ്നാട്ടിൽ ചിരട്ട വിൽപ്പന നടത്തുന്നത്. ഏജന്റുമാരും ചില്ലറ വിൽപ്പനക്കാരും നാട്ടുകാരിൽ നിന്നും കിലോയ്ക്ക് 28 രൂപ മുതൽ 33 രൂപ വരെ നൽകിയാണ് ചിരട്ട വാങ്ങുന്നത്. കർണാടകയിലെ തുങ്കൂർ, തമിഴ്നാട്ടിലെ കാങ്കയം, ഉദുമൽപേട്ട എന്നിവിടങ്ങളിലെ 40ഓളം ചിരട്ടക്കരി ഫാക്ടറിയിലേക്കാണ് കേരളത്തിൽ നിന്ന് ചിരട്ട പ്രധാനമായും അയക്കുന്നത്. അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇന്ന് കേരളത്തിൽ ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചിരട്ട ഉപയോഗിച്ച് കട്ട്ലറികൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തന്നെ ഇന്ന് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ തേങ്ങ കിട്ടാനില്ല, തേങ്ങയ്ക്ക് അന്യായ വില എന്നൊക്കെ വിലപിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വിലയിൽ തേങ്ങയെ മറികടന്നിരിക്കുകയാണ് ചിരട്ട. കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന അപൂർവ വസ്തുവായി ചിരട്ട മാറിയോ എന്നുവരെയും ചിന്തിച്ചു പോകും വില കേട്ടാൽ. ആക്രി പെറുക്കാൻ വരുന്നവർക്ക് വരെയും ചിരട്ട മതി എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മൊത്ത വിപണിയിൽ 1 കിലോ തേങ്ങയ്ക്ക് നിലവിൽ 50 രൂപ മുതൽ 60 രൂപ വരെയാണ്. റീറ്റെയിൽ വില കിലോയ്ക്ക് 70 രൂപയ്ക്ക് മുകളിലും. എന്നാൽ ആമസോൺ അടക്കമുള്ള ചില പോർട്ടലുകളിൽ നിലവിൽ 1 കിലോ ചിരട്ടയ്ക്ക് 150 രൂപയ്ക്ക് മുകളിലാണ് വില. ചാർക്കോൾ മേക്കിംഗ്, ബാർബിക്യൂ, ഔട്ട്ഡോർ കുക്കിംഗ് എന്നിവയ്ക്കൊക്കെയാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത്. നഗരങ്ങളിലും ഹോട്ടലുകളിലുമാണ് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെ. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിഞ്ഞവർക്കായി ഒരു കാര്യം കൂടി പറയാം. അങ്ങ് ഓൺലൈനിൽ മാത്രമല്ല, ഇവിടെ നാട്ടിലുമുണ്ട് ചിരട്ടയ്ക്ക് ആരാധകരും പിടിയും. കേരളത്തിൽ 1 കിലോ ചിരട്ടയ്ക്ക് 33 രൂപ വരെയും വില കിട്ടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ചിരട്ടയ്ക്ക് തമിഴ്നാട്ടിലാണ് വിപണി. ചിരട്ട ശേഖരിക്കുന്നതിന് മാത്രമായി തമിഴ്നാട് ബന്ധമുള്ള നിരവധി ഏജൻസികൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിരട്ടക്കരി നിർമ്മാണത്തിനാണ് തമിഴ്നാട് കേരളത്തിലെ ചിരട്ടകൾ വാങ്ങിക്കൂട്ടുന്നത്. ചിരട്ടക്കരിയിൽ നിന്നവർ ഉത്തേജിത കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആണവ വികിരണത്തെ പ്രതിരോധിക്കാൻ ഉത്തേജിത കാർബണിന് ശേഷിയുണ്ടെന്ന തിരിച്ചറിവാണ് ഈ വിലയ്ക്ക് പിന്നിൽ. വെള്ളം, പഞ്ചസാര, പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലും വൻ ഉപയോഗം. കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമാണ് ഇതിന് കാരണം. പ്ലാസ്റ്റിക് നിരോധനം ചിരട്ട പാത്രങ്ങളുടെയും ചിരട്ട ഉപ ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇന്ന് കേരളത്തിൽ ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചിരട്ടയ്ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.